ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടാണ്. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഫ്രഷ് ആയി നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. മുത്തിന് ഡെന്റൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ചെറിയങ്കിഴ് താലൂക്ക് ഹോസ്പിറ്റലില് മുത്തിന്റെ പല്ലൊക്കെ പോടൊക്കെ ആയി വൻ സീനായിട്ടിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ടോക്കൺ നമ്പർ എനിക്ക് തോന്നുന്നു 13ാമത്തെ ടോക്കൺ നമ്പർ ആയിരുന്നു. ടോക്കനും എടുത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം അസുഖങ്ങളൊക്കെ ഏത് വഴിയാ പകരണമെന്ന് പറയാൻ പോലും വയ്യ. ഡോക്ടർ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. അതിനുശേഷം ഡോക്ടറെ കാണിച്ചു. മുത്തിന് പോടടയ്ക്കാനുള്ള ഡേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ തന്നെ സമയം എനിക്കൊന്നൊരു ഏകദേശം 11 മണി കഴിഞ്ഞു. നമ്മൾ വീട്ടില് ഷേക്ക് അടിക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടാ പോയത്. പാലും കപ്പലണ്ടി തണ്ണിമത്തനും വാങ്ങി. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ഒടുക്കത്തെ ചൂട് എൻ്റെ അമ്മേ. ഞാനാണെങ്കിൽ കുളിച്ചിട്ടും കൂടിയാണ് പോയത്. അപ്പം മണ്ടയൊക്കെ പൊട്ടണ വേദന. അങ്ങനെ മുത്തിപ്പോ ഒരു ഷേക്ക് ഉണ്ടാക്കി. ഷേക്കല്ലേ ഇത്, ചാർജ് അല്ല. പറയാം. പാലും എനിക്ക് തോന്നുന്നു നിന്റെ ഒരു പടല മൊത്തം പഴം ഇട്ടതല്ലേ അല്ലേ? മൊത്തം ഇട്ടാ വെരി ഗുഡ്. നമുക്കെങ്കിലും ചീത്താന. അതെ, ഒരു പാല് എനിക്ക് തോന്നുന്നു ഒരു 8-10, അതായത് ചെറിയ പഴമാണ്. 8-10 ചെറിയ പഴം, കപ്പലണ്ടി, ഹോർലിക്സ്, ബൂസ്റ്റ് ഇല്ലായിരുന്നു, ഹോർലിക്സ് ആയിരുന്നു. പിന്നെ തേന്, പഞ്ചസാര ഇട്ടിട്ടില്ല. ഹെൽത്തിയാണ്. ഹോസ്പിറ്റലിൽ പോയ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. അന്ന് ഞായറാഴ്ചയാണ്. സമയം നമ്മൾ അരി അടുപ്പത്തിട്ടപ്പോ തന്നെ 12 മണി കഴിഞ്ഞു. ഇവിടെ അന്ന് അമ്മ ഇല്ലായിരുന്നു. അമ്മ എനിക്ക് ജോലിക്ക് എങ്ങാണ്ടാ പോയിരുന്നു. അപ്പൊ നമ്മളല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ വേവിക്കണമല്ലോ. അങ്ങനെ അരി അടുപ്പത്തിട്ട് പിന്നെ അവിയലിനുള്ളത് അരിയക്കം കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അവിയലുണ്ടാക്കാം. മുത്തപ്പം പോയി തേങ്ങ തിരുമണേ കേട്ടോ. 50 രൂപയ്ക്ക്. പക്ഷെ ലാഭം വരുന്നേ. ഇത് ഓൾറെഡി ഞാൻ ഒരു അവിയലിന് എടുത്ത്, എന്നിട്ടും ഇത്രയും ഉണ്ട്. 50 രൂപയ്ക്ക് എവിടെ കിട്ടുമെന്ന് മുലക്കറി. പക്ഷെ കുറവായിരുന്നു. ഇതെനിക്ക് അമ്മച്ചി തന്നിട്ട കായാണ്. ബാക്കിയെല്ലാം അതിനകത്തുള്ളതാണ്. ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കണം. സമയം കിട്ടിയില്ല. സെപ്പറേറ്റ് ആക്കണം. അവിയലിന് ആവശ്യമുള്ളത് മാത്രം ഇപ്പൊ എടുക്കാം. അതാര് അരിഞ്ച് കൊണ്ടെടുക്കുന്നു. അവിയലിന് മതി അല്ലേ? ഞാൻ ഒരറ്റത്ത് അവിയലിലും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് അടുപ്പിൽ വെച്ചപ്പോഴേക്കും മുത്ത് തേങ്ങയൊക്കെ എനിക്ക് തിരുവി തന്നു. ആ തേങ്ങ തിരുവിയത് അവിയലിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനൊക്കെ എടുത്ത് വെച്ചു. 2 പേര് നിന്നുണ്ടല്ലോ പണി പെട്ടെന്ന് തീരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നും ചിലപ്പോൾ ഇത്തിരി താമസിക്കും. പക്ഷേ 2 പേരുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും. അവിയലിന്റെ അരപ്പ് പിന്നെ എല്ലാവർക്കും അറിയാലോ. അതാ പിന്നെ ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത്. ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തേങ്ങ, മഞ്ഞപ്പൊടി, പച്ചമുളക്, പിന്നെ ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കും. ഓൾറെഡി മീൻകറി ഉണ്ടായിരുന്നോണ്ട് നമുക്ക് അത് ഉണ്ടാക്കേണ്ടി വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കഴിച്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ഉച്ചമയക്കം ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. മീഷോ ഒന്ന് വാങ്ങിയ സാധനം, അത് വാങ്ങാൻ വേണ്ടി പോയി. 2 മാല ഞാൻ കാണുന്നു തോന്നുന്നു. ഞാൻ പോയി എടുത്തോണ്ട് വന്നു. മുത്തിന്റെ കടയിൽ വന്നു. അവിടെ പോയി മാല എടുത്തോണ്ട് നേരെ വീട്ടിൽ വന്നു. അപ്പൊ തന്നെ സമയം ഏകദേശം വൈകിട്ടൊക്കെ ആയി. പിന്നെ മുറ്റമൊക്കെ തൂത്ത് കുറച്ച് കുട്ടി പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴേക്കും എഡിറ്റിങ്ങിന് ഇരുന്നു. മുത്താണ് എഡിറ്റ് ചെയ്ത് തരണം എനിക്ക്. എൻ്റെ ഹസ്ബൻഡ് എഡിറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങള് ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് ബീച്ചിൽ പോയായിരുന്നു. അപ്പൊ ആ ഒരു ബീച്ചിൽ പോയിട്ട് എടുത്ത ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിനൊക്കെ ശേഷം നമ്മൾ ഫുഡും കഴിച്ചു കിടന്നുറങ്ങി. ഇത്രേ ഉള്ളൂ. ഒരു വീക്കെൻഡ് ആണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞായറാഴ്ച ഇങ്ങനെയൊക്കെയാ പോകുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.